കൂട്ടുകാർക്ക് നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് ദേവേനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ ഹോസ്പിറ്റലുകാരാണ് വീട്ടിലേക്ക് കൊണ്ടിരുന്നത്. ആ ഒപ്പം തന്നെ ജയനും ആദർശും അവരെല്ലാരും ഉണ്ടായിരുന്നു. അങ്ങനെ മുറിയിലേക്ക് കൊണ്ട് കിടത്തി കഴിഞ്ഞപ്പോ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ചെല്ലുവാണ്. ചെന്നിട്ട് മുത്തശ്ശൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പൊ ദേവേനി, കുറവുണ്ടോ എന്ന് ചോദിക്കണം. കുറവുണ്ടെന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, ദൈവാനുഗ്രഹം കൊണ്ട് വേറൊന്നും സംഭവിച്ചില്ലല്ലോ. ഇത് കേട്ടതും ദേവേനി പറഞ്ഞു, ആ കൃത്യ സമയത്ത് തന്നെ ആ പെൺകുട്ടി വന്നുകൊണ്ട് ആ കരള് തന്നുകൊണ്ടാ എനിക്ക് എന്റെ ജീവൻ നിലനിർത്താനായിട്ട് പറ്റിയെന്ന് പറയാം. മുത്തശ്ശൻ പറഞ്ഞു, അതെ, എന്നും നിന്റെ പ്രാർത്ഥനയില് നീ ഭഗവാനോട് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവൾ ആ കുട്ടിയില്ലായിരുന്നെങ്കിൽ നിന്നെ ഒരിക്കലും രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു പറയണം. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛാ, ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ദിനവും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയാം. എന്റെ മനസ്സിൽ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അവളെ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, പെട്ടെന്നൊന്നും ഇനി കാണാൻ പോകണ്ട, ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നല്ലേ ഡോക്ടർ പറഞ്ഞേ. അതുകൊണ്ട് നിന്റെ അസുഖങ്ങളൊക്കെ ഒന്ന് ഭേദമാട്ടെ, അതിനുശേഷം നീ അവളെ പോയി കണ്ടാൽ മതി എന്ന് പറയാം. ആ ശരിയാന്ന് പറയണം. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, അതെ, ഇനിയെങ്കിലും നിന്റെ മനസ്സിൽ നീ നിന്റെ മരുമോടുള്ള ദേഷ്യങ്ങളൊക്കെ എടുത്ത് മാറ്റണം. അറിയാലോ, അതെന്തിനാ അച്ഛ അങ്ങനെ പറയണേ? അവൾ എനിക്ക് വേണ്ടി എന്താ ചെയ്തേ? ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത എനിക്ക് വേണ്ടിയിട്ട് അഭിശയന പ്രദക്ഷിണം നടത്തി. അനാമികമോള് എത്രമാത്രം നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തിയത്. അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ചെയ്തു. അവൾ അവളുടെ വീട്ടിൽ പോയി സൂഹിക്കുകയല്ലേ ചെയ്തേ. അതിന് നീയല്ലേ ദേവേനെ അവളോട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞ. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാലും അവൾ അങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നേ? കൂടുതലും ഞാൻ കൂടെ പറയിക്കരുത്, അവളെ കുറിച്ച് മാത്രം എന്നോടൊന്നും പറയരുതെന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും മനസ്സിലായി, ഇനി കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഓർത്തുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ അവര് പോകാനായിട്ട് കാത്തിരുന്നു അനാമിക മുറിയിലേക്ക് കയറി വരാനായിട്ട്. അനാമിക വന്നിട്ട് പറഞ്ഞു, എന്നാലും ഇത്ര വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലെന്ന് പറയണേ. എന്താ മോളെ, എന്താ കാര്യം? ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് വല്യമ്മയ്ക്ക് വല്ല അറിയാവോ? എന്താ കാര്യം? അല്ല, ആ സ്വർണം കൊണ്ടേ കൊടുത്ത് പോരാതെ എപ്പ നോക്കിയാലും ഇപ്പം അനിയാണെങ്കിലും ആദർശാനാണെങ്കിലും എപ്പോഴും നയനയുടെ വീട്ടിലേക്ക് പോകാനേ സമയമുള്ളൂ. നയനയ്ക്കും അവളുടെ വീട്ടുകാർക്ക് താമസിക്കാൻ വേണ്ടി വീടെടുത്തു കൊടുത്തു, സ്വർണം കൊണ്ടേ കൊടുത്തു. ഇതിന് മാത്രം അവൾ എന്താ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തേ? എനിക്ക് അത് മാത്രം മനസ്സിലാകത്തെന്ന് പറയാം. പെട്ടെന്ന് ദേവേനെ പറഞ്ഞു, അത് പിന്നെ മോളെ, അവൾ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തോ വലിയ ചെയ്തെന്ന് മറ്റൊരാള് ഇവരുടെ എല്ലാവരുടെയും ഭാവം. കാരണം ഇവര് പറയുന്ന ഒരു കാരണമാ, കമ്പനിക്ക് വേണ്ടിയിട്ട് അവൾ കോടികളുടെ ലാഭം ഉണ്ടാക്കി തന്ന്. ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇതേ ഒരു വർഷം കൊണ്ട് മിക്കവാറും ഈ കമ്പനി തന്നെ അവൾ അങ്ങോട്ട് അടിച്ചു മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ. അനാമിക പറഞ്ഞു, അത് ശരിയാ, അതൊക്കെ ഓർത്തിട്ട് എനിക്ക് വല്ലാത്തൊരു സമാധാനക്കേടാ. ഞാനിവിടെ ഉണ്ടെന്ന് പോലും ഈ പറയുന്ന മുത്തശ്ശനോ മുത്തശ്ശിയോ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല, എനിക്ക് ഒരു പരിഗണന തരുന്നില്ല. അത് മാത്രമല്ല, ആ നവ്യക്കൊക്കെ ആണെങ്കിൽ എന്തൊരു അഹങ്കാര, എപ്പോ നോക്കിയാലും അവൾ എന്നെ ചീത്ത പറയുമെന്ന് പറയാം. അതൊക്കെ പോട്ടെ മോളെ, ഞാൻ ഇങ്ങോട്ട് വന്നല്ലോ, ഇനിയിപ്പം മോൾ എന്തിനാ വിഷമിക്കണേന്ന് ചോദിക്കും. മോള് ധൈര്യമായിട്ട് ഇരിക്കുക, ഇനിയിപ്പം മോളെ ആരും ഒരു ചീത്തം പറയാൻ പോകുന്നില്ലെന്ന് പറയാം. വല്യമ്മ വന്ന ഒരു സമാധാനം. വല്യമ്മ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴെങ്കിലും ഞാൻ വരത്തില്ലായിരുന്നു. വല്യമ്മ എത്രയും പെട്ടെന്ന് തിരികെ വരുമെന്ന് ഓർത്തിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നേ. അനി വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു പറയണം. അതെനിക്കറിയാം മോൾക്ക് എന്നോടുള്ള സ്നേഹം എത്ര മാത്രമാണ്. അത് വല്യമ്മയ്ക്കെങ്കിലും മനസ്സിലായല്ലോ. ഒരു പക്ഷെ ആ പെൺകുട്ടി കരള് പാത്ത് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വല്യമ്മയ്ക്ക് കരള് പാത്ത് തന്നേനം. അതിനും തയ്യാറായിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ എന്റെ മനസ്സ് കാണാനായിട്ട് ഇവിടെ ആർക്കും പറ്റുന്നില്ലെന്ന് പറയാം. അത് സാരമില്ല മോളെ, എനിക്കറിയാലോ. പിന്നെ ജാനകി നിന്നെ തിരിച്ചറിയുന്നുണ്ടല്ലോ, അത് മതിയെന്ന് പറയാം. അങ്ങനെ മാക്സിമം ദേവേന്റെ മനസ്സിലേക്ക് എരിവരി കയറ്റിയിട്ടാണ് അനാമിക അങ്ങോട്ട് പോണേ. പിന്നീട് ആദർശ ദേവേനെ കൊണ്ട് ആക്കിയതിന് ശേഷം നേരെ നയനയെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പൊ നയനയെ കാണാതിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ദേവേനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ആക്കിയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, വീട്ടിലാകുമ്പോ എല്ലാരും ഉണ്ടല്ലോ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നയന ഇരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാ ആദർശേട്ടാ അമ്മേനെ വീട്ടിൽ കൊണ്ട് ആക്കിയോന്ന് ചോദിക്കാം. ആക്കി, ഇപ്പൊ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. എന്നാലും അമ്മയുടെ മേലെ എപ്പോഴും കണ്ണു വേണം കേട്ടോ എന്ന് പറയാണ്. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ, ഞാൻ നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ വീട്ടിലേക്ക് ചെന്ന് ഇനിയിപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാം. കനക പറഞ്ഞു, അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ? വീട്ടിലേക്ക് എന്ന് നല്ല കാര്യമില്ലേ, അവിടെ എല്ലാരും ഉണ്ടല്ലോ എപ്പോഴും നോക്കാനൊക്കെ ആയിട്ട്. അതൊക്കെ ശരി തന്നെയാ, പക്ഷേങ്കില് അനാമികയുടെ അപ്പച്ചിയുടെ ഒക്കെ സ്വഭാവം അറിയാലോ. എപ്പോ നോക്കിയാലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന എങ്ങനെയാന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കും അവര്. കിട്ടിയ അവസരം അവര് പാഴാക്കില്ല, അവരൊന്ന് മുതലാക്കുക തന്നെ ചെയ്യും. നേരത്തെ അപ്പച്ചിനെ കൊണ്ട് മാത്രമാണ് ശല്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ അപ്പച്ചിയുടെ അനാമികയും ചേർന്നിട്ടുണ്ട്, അതിനോടൊപ്പം ഇളയമയും കൂടെ ചേർന്നിട്ടുണ്ട്. 3 പേരും കൂടെ ഒത്ത പിന്നെ ഒന്നും പറയണ്ട, എവിടെ പൊടി പൂരമായിരിക്കും എന്ന് പറയാം. അമ്മയുടെ മനസ്സിലേക്ക് ഓരോന്ന് പറഞ്ഞ് എരിപൊരി കയറ്റി കൊടുത്തോണ്ടിരിക്കും. അതിനനുസരിച്ച് അമ്മ ദേഷ്യം കാണിക്കുകയും ചെയ്യും.
ഇത് കേട്ടതും ഗോവിന്ദൻ പറഞ്ഞു, ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞു ചെന്നെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്തൊക്കെ പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല മോനെ. നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ. എനിക്കറിയാം അച്ഛാ, കാര്യങ്ങളൊക്കെ അറിയാന്ന് പറയണം. ഇത് കേട്ടതും കനക പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആദർശ് മോനെ, ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ മോൾക്ക് എന്തെങ്കിലും കഷ്ടപ്പാടാണെങ്കിൽ എന്റെ ആ മോളെ ഞാൻ അങ്ങോട്ട് വിടാൻ ഒരുക്കല്ല കേട്ടോ. അവൾ ഇത്രയൊക്കെ ചെയ്ത് കരള് വരെ ദേവേനിക്ക് കൊടുത്താ ഇനി മരുമോളായിട്ട് കാണത്തില്ലെങ്കിൽ ഞാൻ എന്റെ മോളെ വിട്ടു തരത്തില്ല. അതെ, ഒരു വേലക്കാരിയായിട്ട് വിടാന് എനിക്കിനി സമ്മതമല്ലെന്ന് പറയാം. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലമ്മേ, ഇനി ഇവളെ വേലക്കാരിയൊന്നും ആക്കില്ലെന്ന് പറയണം. മോനത് പറയും. പക്ഷെ അവിടെ വന്നു കഴിയുമ്പോൾ എല്ലാരും കൂടെ അവളെ കുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കില്ല. ഞാനൊരു പെറ്റമ്മയാ. ഇത് കേട്ടൻ ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ. ഒന്നുമല്ലെങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുക്കാനുള്ള വഴിയൊക്കെ ഞാൻ കൊണ്ടുപോനെ. ഞങ്ങളുടെ മോളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കൂന്ന് പറയാം. അവൾക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവ് വരത്തില്ല. പക്ഷെ അവിടെ വന്ന് എല്ലാവരുടെ ആട്ടും തുപ്പും കേട്ട് കിടക്കാനാണെങ്കിൽ ഞാൻ വിടത്തില്ല എന്ന് പറയാണ്. ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അങ്കളെ, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇനി അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ആരും അവളുടെ നേർക്കൊന്നും പറയാതെ ഞാൻ നോക്കിക്കോളാം. പോരാത്തിനും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും സത്യങ്ങളൊക്കെ അറിയാലോ. അതുകൊണ്ട് അവര് ഒന്നിനും സമ്മതിക്കില്ല എന്ന് പറയണം. തൽക്കാലത്തേക്ക് നയനയുടെ അസുഖം നന്നായിട്ട് ഭേദമാട്ടെ. അവള് നേരെ വന്ന് നടക്കാറായിട്ട് മതി. ഇനി അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാനായിട്ട്. അപ്പോഴേക്കും ദേവയാനയുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും നോക്കട്ടെ എന്നൊക്കെ ഗോവിന്ദനും പറയാണ്. പിന്നീട് ആദർശ് വീട്ടിലേക്ക് വരുവാണ്. ആദർശ് വീട്ടിലേക്ക് വന്ന് ഇപ്പം മുത്തശ്ശൻ ചോദിച്ചു, നയനമോളെ പോയി കണ്ടോ, എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ്. കുഴപ്പമില്ല മുത്തശ്ശ, ഓക്കെ വരുന്നുണ്ട്. അമ്മേനെപ്പോൾ തന്നെ പതുക്കെ പിച്ചു വെച്ച് നടക്കുന്നുണ്ടെന്ന് പറയാണ്. അതെ, ഇനി ഇപ്പൊ അധികം വൈകാതെ തന്നെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാം. എത്ര നാളെന്ന് വെച്ചാൽ അവളെ എവിടെ നിർത്തുന്നേ. അത് പിന്നെ മുത്തശ്ശ, അവളെ പെട്ടെന്ന് ഇങ്ങോട്ട് അവര് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ സ്വഭാവമല്ലേ, അവൾ ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ലോ, വീട്ടുജോലികൾ ചെയ്യും. ശരിക്കും ഒന്നും ഭേദമാകാതെ അവൾക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലോ. പക്ഷെ ഇവിടെ ഉള്ളവർക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ചിലപ്പം അവളോട് ചിലപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞെന്നും ഇരിക്കും. അതുകൊണ്ട് അവർക്ക് ഭയങ്കര പേടിയാ ഇങ്ങോട്ട് വിടാനായിട്ട്. അതിന്റെ കാര്യമൊന്നുമില്ല മോനെ. ഇനിയിപ്പം നമുക്ക് വീട്ടിലൊരു ജോലിക്കാരിനെ ഏർപ്പാടാക്കാം ജോലികളൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട. പിന്നെ ഇവിടെ വന്നാലും അവൾക്ക് ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. നീ നിന്റെ കമ്പനിയിലേക്ക് അവളെ വിളിച്ചോണ്ട് വെക്കും. അവിടെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. മെയിൻ ഡിസൈനറായിട്ട് നമുക്ക് നയനമോളെ തീരുമാനിക്കാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അതിന് അവള് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവൾക്ക് അതിനൊന്നും താല്പര്യമില്ല മുത്തശ്ശ. അവള് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. മോൻ വേണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. വീട്ടിലിരിക്കുമ്പോൾ അല്ലേ കുഴപ്പമുള്ളൂ. അവള് മോന്റെ കൂടെ വരുവാണെങ്കിൽ നമ്മുടെ കമ്പനിക്കും നല്ലതാ. അത് മാത്രല്ല നയനമോൾക്ക് നല്ലതാ. അവൾ ഇത്രയും കാലം വീട്ടിലെ തന്നെയല്ലേ ഇരുന്നേ. ഇനി അവള് പുറത്തിറങ്ങട്ടെ, നിന്നോടൊപ്പം വരട്ടെ എന്ന് പറയാം. അത് ശരി തന്നെയാ. ഇനിയിപ്പൊ അവള് വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അവളുടെ കയ്യെ കാലെ പിടിച്ചിട്ടാണെങ്കിലും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാം. ഗോവിന്ദനോടും കനകയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനിയിപ്പൊ നീ പറഞ്ഞിട്ട് അവര് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ വന്ന് പറയാന്ന് പറയാം. അതിന്റെ കാര്യമൊന്നുമില്ല മുത്തശ്ശ, ഞാൻ തന്നെ സംസാരിച്ചോളാം. ഇപ്പൊ കുറച്ചു ദിവസം ഒന്ന് കഴിയട്ടെ. അവള് നേരം വേണ്ട ഒന്ന് നടക്കാറായിട്ട് ഇങ്ങോട്ട് വന്നാ മതി. അല്ലെങ്കിൽ ചിലപ്പോ ഇനിയിപ്പൊ ഇവിടെ ഉള്ളവർക്ക് സംശയങ്ങൾ തോന്നിയാലോ. അത് ശരിയാന്ന് പറയാണ്. പിന്നീട് അതിന് ദേവേനയെ കാണാനായിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ്. ചെന്നപ്പോ ദേവേനി കിടക്കുക. പിന്നീട് അനി ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പൊ വല്യമ്മയ്ക്ക്? കുഴപ്പമില്ല, നല്ല കുറവുണ്ടെന്നൊക്കെ പറയാണ്. അല്ലടാ അനി, നീ എന്താ അനാമികമോളോട് എപ്പോഴും ഇങ്ങനെ പെരുമാറുന്നേ? അവളുടെ അടുത്തൊന്ന് ഇരിക്കാനോ അവളോട് സംസാരിക്കാനോ പോലും നീ സമയം കണ്ടെത്താറില്ലല്ലോ. അവൾ വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയാം. അതിനിടയ്ക്ക് അവൾ അതും വന്ന് പറഞ്ഞോ? ഇത്ര സമയത്തിനുള്ളിൽ എല്ലാം ഒന്ന് കൊടുത്ത് കാണുമല്ലേന്ന് ചോദിക്കാം. എടാ അതല്ല, അതാണോ എന്റെ മര്യാദ? ഒരു വീട്ടിൽ നിന്ന് വന്ന പെൺകൊച്ചല്ലേ, അതിന്റെ നല്ല രീതിയിൽ തന്നെ നോക്കണം നിന്റെ കടമയല്ലേന്ന് ചോദിക്കും. കടമ അത് ഒരാൾക്ക് മാത്രം പോരില്ല വല്യമ്മേ, രണ്ടുപേർക്കും വേണ്ട കാര്യമല്ലേ. അവളോട് ഒരു കാര്യം എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാകത്തില്ല. ഈ വീട്ടിലുള്ളവർക്കെല്ലാം അവള് പുല്ല് വിലയാ കൊടുത്തിരിക്കുന്നത്. ഏട്ടത്തിയമ്മയായിട്ട് കാണുമെന്ന് പറഞ്ഞാലൊന്നും അതൊന്നും അവൾക്ക് കഴിയില്ല എന്ന് പറയണം. ഇപ്പൊ അതാണ് പ്രശ്നം. നിന്റെ ഏട്ടത്തിയമ്മേനെ അങ്ങനെ കാണാത്തോണ്ട്. അതല്ല വല്യമ്മേ, ഓരോരുത്തരെ കാണേണ്ടതായ രീതിയൊക്കെ ഉണ്ട്. മുത്തശ്ശനും മുത്തശ്ശി എന്നെ അങ്ങനെയാ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആ രീതിക്കാ മുന്നോട്ട് പോയിക്കുന്നത്. എന്റെ ആദർശനെ കണ്ടാ ഞാൻ പഠിച്ചു വന്നിരിക്കുന്നത്. ഇത് കേട്ടപ്പം ദയവാനി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട്. ഈ പറയുന്ന നീയും ആദർശും ജയേട്ടനും ഒക്കെ എന്തിനാണ് ഈ നയനയെ പുകഴ്ത്തിക്കൊണ്ട് നടക്കണേന്ന്? അല്ല, നീ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ ആ നയനയുടെ വീട്ടിലേക്ക്. അതെന്തിനാ അങ്ങോട്ട് പോണേ? അത് പിന്നെ വല്യമ്മേ, ഞാൻ നയനേച്ചിയെ കാണാൻ പോന്ന. അപ്പൊ നീ നന്ദുവിനെ കാണാൻ പോന്നല്ല? അല്ല വല്യമ്മേ, ഞാൻ നന്ദുവിനെ കാണാൻ പോന്നേ. എനിക്ക് അതിന്റെ കാര്യമില്ലോ. ഞാൻ നയനേടത്തിനെ കാണാൻ പോകുന്നെന്ന് പറയാം. അല്ല, അവളെ എന്തിനാ ഈ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോന്നെ? അതിന് എന്നെ പോലെ അവളും വല്ല അസുഖം വന്ന് കിടക്കുവാണോന്ന് ചോദിക്കും. ഇത് കേട്ടതും അനിയൊന്നും ഞെട്ടി. എന്തും മറുപടി പറയാനും നടത്തില്ല. പെട്ടെന്ന് അനി പറഞ്ഞു, അല്ല അത് പിന്നെ വല്യമ്മ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വല്യമ്മ പറഞ്ഞല്ലോ നയനേടത്തിയോട് ഇങ്ങോട്ട് വരില്ലെന്ന്. ഇത് മലയ്ക്ക് പോയിട്ട് ശേഷം വന്നാ മതിയെന്ന്. അതുകൊണ്ടാ നയനേടത്തി ഇങ്ങോട്ട് വരാത്തെ. അതുകൊണ്ടാ പിന്നെ ഞങ്ങൾ കാണാൻ പോകുന്നതെന്ന് പറയാം. അത് കൊള്ളാം.
എന്നും പറഞ്ഞുകൊണ്ട് അവളെ എല്ലാരും കൂടെ അങ്ങോട്ട് വിളിച്ചു വരുത്തല്ലേ. ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്. എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കലും അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലോ? അപ്പൊ നീയൊക്കെ എന്തു എന്ന് ചോദിക്കുക. ഇത് കേട്ടതും അനി പറഞ്ഞു, അത് വല്യമ്മേ, നയനടുത്തേക്ക് ഒരിക്കലും ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വരാതിരുന്നാൽ പോലും ആദർശാണ്ണും മുത്തശ്ശനും മുത്തശ്ശി ഒരിക്കലും സമ്മതിക്കത്തില്ല. അവര് പോയി കൈയോടെ കൂട്ടിക്കൊണ്ട് പോരും. ഇനിയിപ്പം വരാൻ കൂട്ടാക്കിയാൽ എടുത്തോണ്ടാണെങ്കിലും ആദർശാണ്ണൻ ഇങ്ങോട്ട് വരുമെന്ന് പറയാം. ഇത് കേട്ടതും വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് ദേവേനി നോക്കണം. ദേവേനിക്ക് മനസ്സിലായി. കാരണം ഇനിയിപ്പൊ താനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെല്ലാവരും നയനോടൊപ്പമാണ്. അതിനെന്തോ തക്കതായ കാരണം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.